ഗൈസ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തെടുത്തെന്നാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ഞങ്ങൾ ഫൈനലി ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ഫസ്റ്റ് ഹോട്ടൽ അറ്റ് തായ്ലൻഡ് ഇൻ പട്ടായ. ആൻഡ് ഞങ്ങൾ ഒത്തിരി ക്ഷീണിച്ച് ആണ് ഇപ്പം വരുന്നത്. ബിക്കോസ് ഞങ്ങളുടെ ജേർണി എന്ന് പറയുന്നത് ഒരു 4 hours ട്രാവൽ ഫ്രം ദുബായ് ടു കൊച്ചിൻ. ഞങ്ങളുടെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗ് എല്ലാം നാട്ടിൽ വെച്ചിട്ട് ഫ്രം കൊച്ചിൻ ടു തായ്ലൻഡ് നമ്മൾ അഗൈൻ 4 hours ജേർണി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ ഫൈനലി ഇപ്പോൾ പട്ടായയിൽ ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ആൻഡ് ഞങ്ങൾ വന്നിട്ട് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണല്ലോ. സോ വി ഡിഡ്ന്റ് വാണ്ട് ടു ജസ്റ്റ് റെസ്റ്റ് ആൻഡ് നമ്മുടെ ഡേ അങ്ങനെ അങ്ങ് കളയണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചില്ലായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ വിൻഡോയിൽ നിന്ന് നല്ലൊരു വ്യൂ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അപ്പോൾ പിന്നെ സ്വിമ്മിംഗ് പൂളിലൊന്ന് ഇറങ്ങിയാലോ എന്നോർത്ത് ഞങ്ങളിതാ ടുവേർഡ്സ് സ്വിമ്മിംഗ് പൂൾ പോവുകയാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അതുപോലെ തന്നെ ലൈക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഫീലും ഉണ്ടായിരുന്നു. ആൾക്കാരുണ്ടായിരുന്നു, സം ഗൈസ് വർ ഓൾറെഡി ദെയർ. പിന്നെ ഞങ്ങൾ പക്ഷേ അതൊന്നും മൈൻഡ് ആക്കിയില്ല, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തായിരുന്നു, അപ്പോൾ നമുക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങളൊരു 2-3 hours റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ട്രെയിറ്റ് പോയി ടു ദ വാക്കിംഗ് സ്ട്രീറ്റ്. ശരിക്കും പറഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റിനെ കുറിച്ച് പറയാൻ ഒത്തിരിയുണ്ട്. ഐ തിങ്ക് പട്ടായ വന്നാൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഒരു പ്ലേസ് ആണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ്. ആൻഡ് നോട്ട് അഡ്വൈസബിൾ വിത്ത് കിഡ്സ് ഡെഫിനറ്റ്ലി, ബിക്കോസ് അങ്ങനത്തെ ഒരു സ്ട്രീറ്റാണിത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ബിവർലി ഹോട്ടൽ ചൂസ് ചെയ്തത് തന്നെ നമുക്ക് 2 minutes വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ടു ദിസ് വാക്കിംഗ് സ്ട്രീറ്റ്. അപ്പം ഞാനിങ്ങനെ കുറേ ഗൂഗിളൊക്കെ ചെയ്താണ് ഈ ഒരു ഹോട്ടൽ ഇത്രയും നിയർ ബൈ ആണെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹോട്ടൽ പ്രിഫർ ചെയ്തത്. ഇവിടെ ആക്ച്വലി പ്രൈവസി കാരണം അവരിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ ഒത്തിരി സമ്മതിക്കില്ല. ബിക്കോസ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ നടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ പബ്ബ് അല്ലെങ്കിൽ ബാറ് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നമ്മളെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ വിളിച്ചുകൊണ്ട് പോകുന്നിടത്ത് നമ്മൾ പോകുന്നുണ്ടെങ്കിലും അവിടെ ഈ വീഡിയോസ് ഒന്നും പെർമിറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ പുറത്തുള്ളത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ബട്ട് ദർ ഇസ് ലോട്ട് മോർ ഇൻസൈഡ്. സോ ബേസിക്കലി ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കുറേ ഏജൻസ് ഉണ്ട്. ലൈക്ക് അതിങ്ങനെ പാംഫ്ലെറ്റ്സുമായിട്ട് നിൽക്കും. എന്നിട്ട് അവർ പറയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാം, കയറാം, ഡാൻസ് കാണാം ലേഡീസിൻ്റെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കും. ഇപ്പോൾ ഈ കാണുന്ന ഈ ബ്ലൂ ടീഷർട്ട് ഇട്ട ആളെ പോലെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പെർസ്വേഡ് ചെയ്തുകൊണ്ടിരിക്കും ആ പെർട്ടിക്കുലർ അവരുടെ ഷോപ്പിൽ കയറാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പോൾ ഈ വൈറ്റ് ഷർട്ട് ഇട്ട ആൾ അജയ് ചാച്ചനോട് പറയാണ്, എന്നെ കണ്ടില്ല ആൾ, ലൈക്ക് നോക്കി നിങ്ങൾക്ക് ഗേളിൻ്റെ ഡാൻസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് വരാം, ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയതുണ്ട്. പക്ഷേ നമ്മൾക്ക് അകത്ത് വീഡിയോസ് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും എടുത്തില്ല. സോ ബേസിക്കലി അകത്ത് അവർ ലേഡീസ് ഡാൻസ് ചെയ്യും. ഇവരുടെ ഇൻകം എന്താണെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറാനൊക്കെ ഫ്രീ ആണ്. പക്ഷേ അവർക്ക് അവിടെ തരുന്ന ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അതായത് ഒരു കോക്ക് നമ്മൾ വെളിയിൽ ഒരു 10 തായ് ബാറ്റിന് മേടിക്കുന്നത് അകത്ത് 250-300 ഒക്കെ ആയിരിക്കും. ഇൻ കേസ് നമ്മൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമ്മളോട് അവർ ഇറങ്ങിപ്പോകാൻ പറയും. സോ ഇതാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇത് അകത്ത് കയറി ഡാൻസ് ഒക്കെ കാണുന്നവർ നാച്ചുറലി ഇത് കണ്ടങ്ങ് നിൽക്കുമല്ലോ, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും മേടിക്കും. സോ അങ്ങനെയാണ് അവർ ഏൺ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ടിപ്സൊക്കെ ഈ ഡാൻസ് കളിക്കുന്നവർക്കൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ലൈക്ക് ഇവിടെ ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ മാക്സിമം അവർ ക്യാൻവാസ് ചെയ്യാൻ നോക്കും. ലൈക്ക് അജയ് ചാച്ചന് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടാണ് കുറേ പേര് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഇന്ത്യൻ പബ്ബാണ് കേട്ടോ. അവിടേക്കാണ് ആ യെല്ലോ ടീഷർട്ട് ഇട്ടവരൊക്കെ ഇന്ത്യൻസാണ്. അവരങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൽ തന്നെ ഇങ്ങനത്തെ നോർമൽ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളൊരു ഡിഷ് ട്രൈ ചെയ്തു. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി എൻ്റെ ഹെയറൊക്കെ ആകെപ്പാടെ അലങ്കോലമായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വെതർ എന്ന് പറയുന്നത് നല്ല ഹ്യൂമിഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഞങ്ങൾ ക്ഷീണിച്ച് ഇരിക്കുന്നത്. സോ ഈ ഒരു ഫ്ലോപ്പ് ഡിഷ് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്ത് മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. ഇറ്റ്സ് ക്വൈറ്റ് ഫേമസ്, പക്ഷേ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് മച്ച്. എനിക്ക് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് നോട്ട് വർത്ത് ദ ഹൈപ്പ്. സോ എനിക്കത് ഓക്കെയാണ്. അപ്പം ഇന്ന് കഴിച്ച 2 ഐറ്റമും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെയും ഒത്തിരി നടന്നു. ഇവിടെ സ്ട്രീറ്റ് ഷോപ്സ് ഒക്കെ ഉണ്ട്, ചെറിയ ഇങ്ങനെ ക്ലോത്തിങ് ഷോപ്സ് അതുപോലത്തെ ഒക്കെ ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞോളൂ ചെറിയ ഫുഡ് സ്റ്റോൾസും ഉണ്ട്. ബട്ട് മെയിൻലി ഇറ്റ്സ് ഓൾ അബൌട്ട് പബ്സ് ആൻഡ് ബാർസ് ആൻഡ് ഈ ഒരു ഡാൻസ് ബാർ ടൈപ്പ്, അങ്ങനത്തെ ഒരു പോൾ ഡാൻസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് അകത്ത്. പക്ഷെ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ പിങ് പോങ് ഷോ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്. അതാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിച്ച ഒരു ഷോ. നോട്ട് അഡ്വൈസബിൾ വിത്ത് കിഡ്സ് ഡെഫിനറ്റ്ലി, അങ്ങനത്തെ ഒരു ഷോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റിൽ വേറൊരു ലോകത്ത് വന്നൊരു ഫീലായിരുന്നു. ഇതൊരു പബ്ബാണ്, ഇതൊരു ഇന്ത്യൻ പബ്ബാണ് ശരിക്കും പറഞ്ഞാൽ. കുറേ ഡാൻസും പാട്ടും ആൻഡ് ഡ്രിങ്ക്സ് അങ്ങനെ കുറേ ബേസിക്കലി സിംഗിങ്ങും അങ്ങനെയൊക്കെയാണ്. ഒരു പബ്ബാണ് പ്രോപ്പർ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പിന്നെ ഇങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ലോകത്തെത്തിയൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും ഉണ്ടായിരുന്നത്. ലൈക്ക് നമ്മളൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ഒന്നിനും റെസ്ട്രിക്ഷൻസ് ഇല്ലെന്ന് മാത്രമല്ല, അതൊക്കെ ഒരു ഷോ ആയിട്ടാണ് അവർ ബേസിക്കലി കാണിക്കുന്നത്. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞൊരു ഹേർട്ടും കൂടെ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യുക, ഒരു ബോൾ അവർ തരും, ആ ബോൾ വെച്ചിട്ട് എറിയുന്നത് ആ പച്ച ഒരു മാർക്കുണ്ടല്ലോ അവിടെ വീഴുവാണെങ്കിൽ
ആ അകത്തിരിക്കുന്ന പെണ്ണ് ഓട്ടോമാറ്റിക്കലി താഴെ വെള്ളത്തിലോട്ട് വീഴും. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരിങ്ങനെ എറിയുമ്പോഴത്തേന് വീഴുന്നത്. സോ അങ്ങനത്തെ ഒരു വൈ മീൻസ് ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഫൺ അങ്ങനത്തെ. ബട്ട് ഐ ഫെൽ റിയലി പിറ്റി ഓൺ ദോസ് ലേഡീസ് ബിക്കോസ് ലൈക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ല, ബിക്കോസ് ഇറ്റ്സ് ഫോർ ഏർണിംഗ് മണി റൈറ്റ്. അതുകൊണ്ടാണല്ലോ അവരുടെ ഒരു ലിവിങ്ങിന് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. സോ ഇറ്റ് ഫെൽ ലൈക്ക് റിയലി ബാഡ്. യു ക്യാൻ സീ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നതും ഇവിടെയാണെങ്കിലും ഈ ഗ്ലാസ് ഡോറിൽ ഡാൻസ് ചെയ്യുന്നത്, പോൾ ഡാൻസ് ഉണ്ടോ, ഇതുപോലൊക്കെ ഇങ്ങനെ കാണാം. ഇതിൻ്റെ അകത്തും ഇതുപോലൊക്കെ ഡാൻസ് ആണ് ഉള്ളത്. ഐ തിങ്ക് വളരെ യങ് ഗേൾസ് തൊട്ട് ഭയങ്കര ഓൾഡായിട്ടുള്ളവർ വരെ ഇതിനകത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓരോ ഡാൻസ് ബാറിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഓൾഡായിട്ടുള്ള ലേഡീസും അതുപോലെ തന്നെ ഭയങ്കര യങ് ആയിട്ടുള്ള ലേഡീസിനെ നമുക്ക് കാണാം. ഇപ്പോൾ ഈ ചെയ്യുന്ന പോൾ ഡാൻസ് പോലെ തന്നെയാണ് അകത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ ഡാൻസ് ബാറിൻ്റെ അകത്തും ഡിഫറെൻറ്റ് ലേഡീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഷോപ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉള്ള ലേഡീസും നമ്മളിങ്ങനെ അകത്തേക്ക് വിളിക്കാനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നവരാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അവരുടെ ഫേസ് അവരിങ്ങനെ ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നേ. അതൊന്നും നമ്മൾ ഒത്തിരി അങ്ങോട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. ഫൈനലി ഞങ്ങൾ പട്ടായ ബീച്ചിലെത്തി നടന്ന്. അങ്ങനെ ഞങ്ങളുടെ നൈറ്റ് ഞങ്ങൾ പട്ടായ ബീച്ചിൽ കുറച്ച് നടന്നിട്ട് പിന്നെ ഞങ്ങൾ അധികം വൈകാതെ തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോയി. ബിക്കോസ് നമ്മൾ ഫുൾ ഡേ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ടയേർഡായിരുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ഡേയിലെ വീഡിയോയിൽ കാണാം. ടാറ്റാ.